എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ഉടൻ ആരംഭിക്കും എന്നുള്ള വളരെ സുപ്രധാനമായ അറിയിപ്പാണ് വിദ്യാർത്ഥികളുമായി പങ്കുവെക്കുന്നത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി കലോത്സവം ഒക്കെ വളരെയധികം പരിപാടികൾ നടക്കുന്നതും ക്ലാസ്സുകളൊക്കെ വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെടുന്ന ഒരു സമയവും കൂടിയാണ്. അതിൻ്റെ ഇടയ്ക്ക് വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷയുടെ കാര്യം മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചതും. പിന്നെ അതുമാത്രമല്ല, 4 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈവൻ സെമസ്റ്റർ പരീക്ഷകളാണ്. 2, 4, 6 സെമസ്റ്റർ പരീക്ഷ. 2, 4, 6 സെമസ്റ്റർ പരീക്ഷയിൽ ഏറ്റവും ആദ്യം ആരംഭിക്കുന്നതും ഏത് പരീക്ഷ തന്നെയാണ്? 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ തന്നെയാണ്. 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ തന്നെയാണ് ഏറ്റവും ആദ്യം ആരംഭിക്കുന്നത്. അപ്പോൾ പരീക്ഷ ഉടൻ ആരംഭിക്കും എന്നുള്ള വളരെ സുപ്രധാനമായ അറിയിപ്പാണ്. വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും ആദ്യം ആരംഭിക്കുന്ന പരീക്ഷ തന്നെയാണ് 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ. ഈവൻ സെമസ്റ്റർ പരീക്ഷകളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഈവൻ സെമസ്റ്റർ പരീക്ഷ 2, 4, 6 സെമസ്റ്റർ പരീക്ഷകളാണ്. ഇതിൽ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയാണ് ഏറ്റവും ആദ്യം യൂണിവേഴ്സിറ്റി നടത്തുന്നത്. ഈ വർഷം ഡിഗ്രി കഴിഞ്ഞ് ഉപരിപഠനത്തിനും ജോലിക്കും മറ്റാവശ്യങ്ങൾക്കൊക്കെയായി പുറത്തു പോകേണ്ട വിദ്യാർത്ഥികൾ, അതുകൊണ്ട് നിങ്ങളുടെ പ്രൊസീജിയർ ആയിരിക്കും യൂണിവേഴ്സിറ്റി കൂടുതൽ ഉത്തരവാദിത്തോടെ ചെയ്ത് വേഗം നടപ്പാക്കുക. അപ്പോൾ നിങ്ങളുടെ പരീക്ഷ ഉടൻ ആരംഭിക്കുമെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. ഇപ്പോൾ മാർച്ച് മാസം 20-ാം തീയതിയാണ്. ഇപ്പോൾ മാർച്ച് മാസം 20-ാം തീയതിയാണ് നിങ്ങളുടെ പരീക്ഷ ആരംഭിക്കുന്നത്. വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. ഇപ്പോൾ യൂണിവേഴ്സിറ്റി കലോത്സവം ഒക്കെ നടക്കുന്ന ഒരു മാസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും ഒരുപാട് കാരണങ്ങളാൽ ക്ലാസ്സുകളൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഈ ഒരു ടൈമിലും പരീക്ഷ നടക്കുമെന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ മറന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കലോത്സവവും മറ്റു പരിപാടിയെല്ലാം അതിൻ്റെതായ വഴിക്ക് കടന്നു പോകും. അതുപോലെ തന്നെ പരീക്ഷയും അതിൻ്റെതായ വഴിക്ക് തന്നെ കടന്നു പോകും. കലോത്സവം നടത്തി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ മറ്റു പരിപാടികൾ കോളേജിൽ മറ്റു പരിപാടികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പേരിൽ നിങ്ങൾക്ക് പരീക്ഷാ ഡേറ്റ് ഒന്നും എക്സ്റ്റെൻഡ് ചെയ്യില്ല. യൂണിവേഴ്സിറ്റി ആ പറഞ്ഞ ഡേറ്റിൽ തന്നെ പരീക്ഷ നടത്തും. അപ്പോൾ 6ാം സെമസ്റ്ററും കൂടിയാണ്. നല്ല രീതിയിൽ പഠിച്ച് മുന്നേറാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും ആദ്യം നടക്കുന്ന നിങ്ങളുടെ പരീക്ഷയായിരിക്കും. ഇതുവരെ 5 സെമ്മിലും ഒരു സപ്ലി പോലുമില്ല, അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്ന സപ്ലി എല്ലാം എഴുതി ക്ലിയർ ചെയ്ത വിദ്യാർത്ഥിയാണെങ്കിൽ ഇനി 6ാം സെമസ്റ്ററും കൂടി എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് കയറി കഴിഞ്ഞാൽ ഒരു ഡിഗ്രി നിങ്ങളുടെ കീശയിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ സപ്ലി എഴുതിയിട്ട് മാത്രമാണ് നിങ്ങൾക്ക് കയറാൻ സാധിക്കുക. സപ്ലി എഴുതിയാൽ പോലും നിങ്ങൾക്ക് നല്ലൊരു ടൈം, ഇപ്പോൾ നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം അടുത്ത വർഷം അടുത്ത 6th സെമ്മിനോടൊപ്പം മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ പറ്റൂ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളത് ചെയ്യുക. ഇത്തവണ തന്നെ നല്ല രീതിയിൽ പഠിച്ച് എഴുതാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഏതാണ്ട് 1.5 മാസത്തോളം, ഏതായാലും 45 ദിവസമാണ് നിങ്ങൾക്ക് ഏതാണ്ട് കഷ്ടിച്ച് കിട്ടുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഇസ് ക്രിയ, ദ ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.